ഇക്കാര്യത്തിൽ നന്ദകുമാർ സാറല്ല. ആര് വിചാരിച്ചാലും BP ഒരു കോംപ്രമൈസിന് വഴങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് നോക്കാന്നേ. മാത്രമല്ല, അന്ന് അമ്പിമാമൻ പറഞ്ഞിട്ട് ആ സാർ അച്ഛനെ കാണാൻ വന്നപ്പോ BP ഭയങ്കര മോശമായിട്ട് അദ്ദേഹത്തോട് പെരുമാറിയത്. അതുകൊണ്ട് അതിന്റെ ദേഷ്യം ഇപ്പോഴും വക്കീലിനുണ്ടാവും, VPക്കും ഉണ്ടാവും. വെറുതെ ഒരിക്കൽ കൂടി അയാളെ അപമാനിച്ചയക്കാന്നല്ലാതെ അതുകൊണ്ട് വലിയ പ്രയോജനം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. അന്നത്തെ ഇൻസൾട്ടൊന്നും അദ്ദേഹം കാര്യമാക്കി എടുത്തിട്ടില്ല. ഇന്ന് സാർ അതേപ്പറ്റി എന്നോട് സൂചിപ്പിക്കുകയും ചെയ്തു. മാത്രമല്ല, നന്ദകുമാർ സാറിനെ പോലെ ഇത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരാള് ഇങ്ങോട്ട് താല്പര്യം എടുത്തത് പറയുമ്പോൾ അതിനുള്ളൊരു അവസരം ഒരുക്കി കൊടുക്കേണ്ടത് നമ്മുടെ കടമയാണ്. അതുകൊണ്ട് സാർ വരുന്നത് വരെയെങ്കിലും VPയെ നമുക്കിവിടെ നിർത്തിയേ മതിയാവൂ. പക്ഷേ അതെങ്ങനെയാ പോവും? എന്തെങ്കിലും ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് പിന്മാറുന്ന ആളല്ലെന്ന് നിനക്കറിയാലോ. നമ്മുടെ കൂടെ ഒരു തരത്തിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റില്ലെന്ന് VPക്ക് കോടതിയിൽ തെളിയിക്കണം. അതിനുവേണ്ടിയാ ഈ ധൃതി പിടിച്ചുള്ള മാറ്റം. അങ്ങനെ തീരുമാനിച്ചുറപ്പിച്ചൊരാളെ എന്ത് പറഞ്ഞ് നമുക്ക് പിന്തിരിപ്പിക്കാൻ പറ്റും? ഒരു വഴിയുണ്ടമ്മേ. ചിലപ്പോ അത് വർക്കൗട്ട് ആയേക്കും. എന്തു വഴി? ഡിവോഴ്സ് കേസ് കോടതിയിൽ എത്തിക്കാതെ ഒരു കോംപ്രമൈസിലെത്താൻ അമ്മയ്ക്ക് സമ്മതമാണെന്ന് അറിയിക്കുക. പക്ഷെ ഇങ്ങനൊരു കോംപ്രമൈസിന് വഴങ്ങുന്നതിന് അമ്മയ്ക്കും ചില കണ്ടീഷൻസ് ഉണ്ട്. ആ ഉപാധികൾ എന്താണെന്ന് സംസാരിക്കാൻ അമ്മയുടെ അഡ്വക്കേറ്റ് VPയെ കാണാൻ ഇന്നോ നാളെയോ എത്തൂന്ന് അമ്മ പറയണം. എനിക്ക് നേരിട്ട് പറയാനുള്ള കാര്യങ്ങൾ എന്തിനൊരു വക്കീലിനെ വെച്ച് പറയണമെന്ന് VP ന്യായമായിട്ട് സംശയിക്കില്ലേ? അങ്ങനെ എന്തെങ്കിലും ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? BP അഡ്വക്കേറ്റ് മുഖാന്തരം നീങ്ങിയതുകൊണ്ട് നമ്മളും ആ വഴി പിന്തുടർന്നു എന്ന് അല്പം ജാടയിലങ്ങ് പ്രസന്റ് ചെയ്താൽ മതി. അമ്മ പറയുന്നുണ്ട് VPക്ക് മറ്റു സംശയങ്ങളൊന്നും തോന്നില്ല. വേണോ അപ്പോ? നന്ദകുമാറിനെ പോലെ ഒരാളെ കൂടി ഇക്കാര്യത്തിൽ ഇൻവോൾവ് ചെയ്യിക്കണോ? നമുക്കൊന്ന് ശ്രമിച്ചു നോക്കുന്നുണ്ട്. എന്താ അമ്മ കുഴപ്പം? അത് മാത്രമല്ല, എന്ത് കാരണത്തിന്റെ പേരിലാണെങ്കിലും BP ഈ വീട്ടിൽ നിന്ന് മാറുന്നതിനോട് എനിക്കും താല്പര്യമില്ല. VPയെ നമ്മുടെ വഴിയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ അച്ഛൻ ഈ വീട്ടിൽ തന്നെ ഉണ്ടാവണം. അമ്മ ഏതായാലും അച്ഛനോട് ഇതൊന്ന് പ്രസന്റ് ചെയ്ത് നോക്ക്. എങ്ങനെയാ VP റിയാക്ട് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. വാ, ചെല്ല ചെല്ല്. VP എങ്ങോട്ടാ ഷിഫ്റ്റ് ചെയ്യാൻ പോകുന്നത്? അതൊന്നും ആരും അറിയേണ്ട കാര്യമില്ല. ശരി, പറയാൻ താല്പര്യമില്ലെങ്കിൽ പറയണ്ട. പക്ഷേ ഈ ഷിഫ്റ്റിംഗ് നാളത്തേക്കൊന്ന് മാറ്റിവെച്ചാൽ നന്നായിരുന്നു. എന്താ കാര്യം? ഡിവോഴ്സ് ആവശ്യപ്പെട്ട് VP അയച്ച നോട്ടീസ് കിട്ടിയ സ്ഥിതിക്ക് ഞാനും ലീഗലി മൂവ് ചെയ്യാന്ന് വിചാരിച്ചു. ഗുഡ്. അത് പിന്നെ അങ്ങനെ വേണമല്ലോ. പക്ഷേ അഡ്വക്കേറ്റിനെ കണ്ടപ്പോൾ അയാൾ പറഞ്ഞത് രണ്ടുപേർക്കും പറഞ്ഞു തീർക്കാവുന്ന സെറ്റിൽമെന്റേ ഉള്ളൂന്നാ. പക്ഷെ അതിന് തന്റെ മോള് സമ്മതിക്കില്ലല്ലോ. ഓ, പറഞ്ഞു ശീലിച്ചോണ്ട് മോളെന്നങ്ങ് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. ഗീതാലക്ഷ്മിക്ക് അപ്പു ഇപ്പൊ മോനാണല്ലോ. VP, ആ കാര്യമല്ലല്ലോ നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കാര്യത്തിലേക്ക് വരാം. എൻ്റെ അഡ്വക്കേറ്റിന് BP ഒന്ന് കാണണമെന്ന് പറഞ്ഞു. എനിക്ക് ആരെയും കാണാൻ താല്പര്യമില്ല. അയാൾക്ക് വേണമെങ്കിൽ എന്റെ അഡ്വക്കേറ്റുമായിട്ട് ഡിസ്കസ് ചെയ്യട്ടെ. ഞാൻ അയാളുടെ നമ്പർ സെറ്റ് ചെയ്യാം. പ്ലീസ്, കാര്യങ്ങൾ നല്ല രീതിയിൽ ഒത്തുതീർപ്പാക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. ഇപ്പോഴെങ്കിലും പിടിവാശി ഒന്ന് മാറ്റി വെച്ചൂടെ VPക്ക്? ശരി, ഞാൻ എന്താണ് വേണ്ടത്? VPക്ക് ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്യണമെന്ന് നിർബന്ധമാണെങ്കിൽ ആവാം. പക്ഷേ അത് 2 ദിവസം കൂടെ കഴിഞ്ഞിട്ടാവാം. 2 ദിവസത്തെ ഡിലേ എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനിയിപ്പോ എന്നെ കണ്ടേ അടങ്ങുമെന്നുള്ളതാണെങ്കിൽ ഓക്കെ, ഐ അഗ്രി. ഞാനുള്ളടത്താലും ഒന്ന് കാണട്ടെ. എനിക്കൊരു വിരോധമില്ല.
പക്ഷേ അതിനുവേണ്ടി 2 ദിവസം വെയിറ്റ് ചെയ്യാനൊന്നും എനിക്ക് പറ്റില്ല. കണ്ടില്ലേ, ഞാൻ എല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞു. ബാഗ് മാത്രമല്ല, മനസ്സും. BP ആഗ്രഹിച്ചതുപോലെ എല്ലാത്തിനും ഒരു തീരുമാനം ഉണ്ടാക്കി സന്തോഷമായിട്ട് പിരിയാൻ വേണ്ടിയാ വക്കീലിനോട് ഞാനിവിടെ വരാൻ പറഞ്ഞത്. അതിനു മുമ്പ് BP ഇങ്ങനെ മറ്റൊരിടത്തേക്ക് മാറണമെങ്കിൽ പിന്നെ ഇങ്ങനൊരു കോംപ്രമൈസ് ടോക്കിന്റെ ആവശ്യമില്ലല്ലോ. ഗീതാലക്ഷ്മി, ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞതൊന്നും അനുസരിക്കാൻ മനസ്സ് വച്ചിരുന്നെങ്കിൽ വക്കീലന്മാർക്ക് ഈ പ്രശ്നത്തിന് ഊഴം കാത്തു നിൽക്കേണ്ട ആവശ്യം ഉണ്ടാവില്ലായിരുന്നല്ലോ. ആ പോട്ടെ, അത് വിട്ടേക്ക്. ഞാനിപ്പോ എന്താ വേണ്ടത്? പറഞ്ഞല്ലോ, എന്റെ വക്കീൽ ഇവിടെ വന്ന് VPയെ കണ്ട് സംസാരിക്കുന്നത് വരെ നിങ്ങൾ ഈ വീട്ടിൽ തുടരണമെന്നാണ് എന്റെ ആഗ്രഹം. ഗീതയുടെ വക്കീലിന് അതിന് മാത്രം എന്താ അത്ര സീരിയസ് ആയിട്ട് എന്നോട് പറയാനുള്ളത്? അത് പറയാൻ വക്കീൽ തന്നെ വേണമെന്നില്ലല്ലോ. എന്തെങ്കിലും പുതിയ ഡിമാൻഡ്സ് ഉണ്ടെങ്കിൽ ഗീതാലക്ഷ്മിക്ക് അതിനോട് പറയാവുന്നേ ഉള്ളൂ. ഏതായാലും നമ്മുടെ കേസിൽ വക്കീലന്മാർ ഇടപെട്ട് പോയില്ലേ VP, ഇനി നമുക്ക് വേണ്ടി അവര് സംസാരിക്കട്ടെ. ശരി, നാളെ ഒരു ദിവസം കൂടി ഞാൻ വെയിറ്റ് ചെയ്യാം. അതിനപ്പുറം പറ്റില്ല. മതി, അത്രയും സാവകാശം മതി. അതിനുള്ളില് എന്റെ അഡ്വക്കേറ്റ് VPയെ വന്ന് കണ്ടോളൂ. ഹലോ, ഗുഡ് മോർണിംഗ്. മോർണിംഗ്. ഡോക്ടർ ഇറങ്ങിയോ? ഇല്ല, ഇറങ്ങാൻ തുടങ്ങുന്നു. എന്താ വിളിച്ചേ? തന്നെ കോളേജിൽ ഡ്രോപ്പ് ചെയ്യണോ? എങ്കിൽ വേഗം ഇറങ്ങിക്കോ, ഞാൻ ഇപ്പം തന്നെ എത്താം. വേണ്ട, ഞാനിന്ന് കോളേജിൽ പോകുന്നില്ല. അത് പറ്റി? ഇന്നെന്താ കോളേജ് അവധിയാണോ? അവധിയൊന്നുമല്ല, പക്ഷേ ഇന്ന് പോകാനൊരു മൂഡില്ല. അതിന്റെ കാരണം എന്താന്നാ ചോദിച്ചത്? വീട്ടിലത്ര സന്തോഷകരമായ ഒരു സിറ്റുവേഷൻ അല്ല, അതുകൊണ്ട് പോകുന്നില്ല എന്ന് വെച്ചു. വീട്ടിലെ സിറ്റുവേഷനും കോളേജും തമ്മിൽ എന്താ ബന്ധം? താൻ ചുമ്മാ ഓരോ കാരണങ്ങളുണ്ടാക്കി കോളേജിൽ പോവാതിരിക്കുകയാണല്ലേ? ചുമ്മാ കാരണങ്ങൾ ഉണ്ടാക്കുവാണോ അല്ലയോ എന്ന് ഡോക്ടർ വന്ന് അന്വേഷിക്കുമ്പോൾ മനസ്സിലാവും. കമോൺ, കാര്യം എന്താണെന്ന് പറയുമാളൂ. എന്താ ഇപ്പൊ തന്റെ പ്രോബ്ലം? ഒരു പ്രോബ്ലം ഇല്ല. ഞാനൊരു സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടി വിളിച്ചതാ. സന്തോഷ വാർത്തയോ? താൻ കോളേജിൽ പോവാതിരിക്കാൻ മാത്രം ഇപ്പൊ അവിടെ എന്ത് സന്തോഷമുള്ള കാര്യം ഉണ്ടായത്? ഓ, മനസ്സിലായി. മുത്തശ്ശി എന്തെങ്കിലും കാര്യം പറഞ്ഞ് ഉടക്കിയല്ലേ? ഡോക്ടർ ടെൻഷൻ ആവണ്ട. മുത്തശ്ശിയുടെ ഭാഗത്തുനിന്ന് ഇനി നമ്മുടെ കാര്യം പറഞ്ഞ് ഒരു ശല്യം ഉണ്ടാവില്ല. എന്താ മുത്തശ്ശിക്ക് എന്ത് പറ്റി? മുത്തശ്ശി ഇവിടുന്ന് പിണങ്ങിപ്പോയി. പിണങ്ങിപ്പോയോ? ചുമ്മാതെ തമാശ കളിക്കാതെ കാര്യം എന്താന്ന് വെച്ചാൽ പറമാളൂ. മുത്തശ്ശി ആരോട് എന്തിനു പിണങ്ങിപ്പോയെന്നാ താൻ പറയുന്നേ? ഞാൻ തമാശ പറഞ്ഞതല്ല ഡോക്ടർ. കൊച്ചുമോളുടെ ധർമ്മകല്യാണത്തിൽ പങ്കെടുക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞ മുത്തശ്ശി പിണങ്ങി ഇറങ്ങിപ്പോയത്. പെട്ടെന്ന് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ മാത്രം അവിടെ എന്താ ഇപ്പൊ സംഭവിച്ചത്? ഇന്നലെ രാത്രി അമ്മയും അച്ഛനും മുത്തശ്ശിയും കൂടി കല്യാണക്കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു. മുത്തശ്ശി ആഗ്രഹിച്ച പോലൊന്നും നടക്കില്ലെന്ന് ബോധ്യമായപ്പോ എല്ലാം നിങ്ങളുടെ ഇഷ്ടം പോലെ ആയിക്കോന്ന് പറഞ്ഞ് മുത്തശ്ശി പിന്മാറി. എന്നിട്ടിപ്പോ ആളെങ്ങോട്ടാ പോയത്? അതുമല്ലോ അറിഞ്ഞോ? ഇവിടുത്തെ റെസിഡൻസ് അസോസിയേഷൻ എല്ലാ വർഷവും 2 ആഴ്ചത്തെ പിൽഗ്രിമേജ് സംഘടിപ്പിക്കാറുണ്ട്. മുത്തശ്ശി എല്ലാ കൊല്ലവും പോവാറുള്ളതാ. ഈ വർഷവും പോവാൻ നേരത്തെ പണം അടച്ച് പേര് രജിസ്റ്റർ ചെയ്തായിരുന്നു. കല്യാണം ആയതുകൊണ്ട് പോക്ക് വേണ്ടെന്ന് വെച്ചതാ. ഇന്നലെ ഈ സംസാരത്തിന് ശേഷം മുത്തശ്ശി തന്നെ സെക്രട്ടറിയെ വിളിച്ച് താൻ കൂടി വരുവാണെന്ന് അറിയിച്ചു. രാവിലെ ആള് സ്ഥലം കാലിയാക്കുകയും ചെയ്തു. അച്ഛനും അമ്മയൊക്കെ ആവുന്നത് പറഞ്ഞു നോക്കി. പക്ഷേ മുത്തശ്ശി ഒരു കോംപ്രമൈസിനും വഴങ്ങിയില്ല. ഓ, അപ്പൊ അതാണ് കാര്യം. എടോ, തന്റെ മുത്തശ്ശിക്ക് നമ്മുടെ കല്യാണത്തെക്കാൾ വലുത്
ആ ട്രിപ്പായിരിക്കും. കല്യാണം പ്രമാണിച്ച് അത് മുടങ്ങിപ്പോകുന്നുള്ള സങ്കടത്തിലായിരിക്കും ഇങ്ങനെ ഓരോരോ കാരണങ്ങളൊക്കെ പറഞ്ഞ് മനഃപൂർവ്വം വഴക്കുണ്ടാക്കിയത്. പിന്നീട് ആരും കുറ്റം പറയാതിരിക്കാൻ വേണ്ടിയാവും അത് നമ്മുടെ തലയിൽ ചേരാൻ ശ്രമിച്ചത്. കൊള്ളാം. തന്റെ മുത്തശ്ശി ആള് നല്ല ബുദ്ധിമതിയാണല്ലോ. എന്തായാലും നമ്മുടെ കല്യാണം നടക്കുന്ന സമയത്ത് വേണ്ടപ്പെട്ട ഒരാൾ പുണ്യസ്ഥലം സന്ദർശിച്ച് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നല്ല കാര്യം തന്നെയാണ്. മുത്തശ്ശിയുടെ ആഗ്രഹവും നടക്കും, നമ്മുടെ കല്യാണവും നടക്കും. തിരിച്ചു വരുമ്പോ മുത്തശ്ശിക്ക് വേണ്ടി കല്യാണം ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യണമെന്ന് പറയാതിരുന്ന ഭാഗ്യം. ഓ, എനിക്ക് വലിയ തമാശയായിട്ടൊന്നും തോന്നുന്നില്ല. തമാശയല്ല, തന്റെ മുത്തശ്ശി ആയതുകൊണ്ട് ചിലപ്പോ ഇങ്ങനൊരു ഡിമാൻഡ് വെക്കാനും സാധ്യതയുണ്ട്. പാവം, എന്റെ കല്യാണം കൂടണമെന്ന് മുത്തശ്ശി എന്തുമാത്രം ആഗ്രഹിച്ചാണെന്നറിയോ? സാരില്ല. എടോ താൻ, ഹലോ, എന്താ ഒരു മൂഡ് ഓഫ്? ആരാ വിളിച്ചത്? മാളുവാണോ? ചുമ്മാ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് പിണങ്ങുക. ഇപ്പൊ എന്തു പറ്റി? ഇന്ദിരാമ കല്യാണം കൂടാതെ ഏതോ തീർത്ഥാടന സംഘത്തിനൊപ്പം പോയെന്ന്. അവര് ഊരിയൂറ്റാൻ പോയതിന് എന്നോടെന്തിനാ പിണങ്ങുന്നത്? നീ കാര്യം എന്താന്ന് വെച്ച വ്യക്തമായിട്ട് പറയേ. എന്താ ഇപ്പൊ ഇന്ദിരാമ്മയുടെ പ്രശ്നം? മമ്മിക്കറിയാലോ, തുടക്കം മുതലേ അവർക്ക് ഈ ബന്ധത്തിൽ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല എന്ന്. അതെ. ഇത് നടക്കാതിരിക്കാൻ ഒളിഞ്ഞും തെളിഞ്ഞും എന്തൊക്കെ ഡിമാൻഡുകളാ അവര് മുന്നോട്ട് വെച്ചത്. എന്നിട്ടും നമ്മൾ വിചാരിച്ചതുപോലെ ഇത് നടക്കുമെന്നായപ്പോ അവസാനത്തെ അടവുമായിട്ട് ഇറങ്ങിയിരിക്കുക അവര്. അതായി പിണങ്ങിപ്പോക്ക്. കൊച്ചുമോളുടേത് ധർമ്മകല്യാണമാണ് പോലും. അതുകൊണ്ട് മുത്തശ്ശിക്ക് സഹകരിക്കാൻ താല്പര്യമില്ലെന്ന്. അതുകൊണ്ട് കല്യാണം ഒഴിവാക്കി അവര് തീർത്ഥാടനത്തിന് പോയി. താല്പര്യമില്ലാത്തവർ സഹകരിക്കണ്ടെന്നേ. അതിന് നമുക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? മാളു എന്നോട് പിണങ്ങിയ ഫോൺ വെച്ചത്. പോട്ടെ ജോ, അവൾ അവളുടെ വിഷമം കൊണ്ട് പറഞ്ഞതാവും. എത്രയൊക്കെ ആയാലും മുത്തശ്ശി കല്യാണത്തിന് പങ്കെടുക്കാതെ പിണങ്ങിപ്പോയെന്നറിയുമ്പോ അവൾക്ക് സങ്കടം കാണാതിരിക്കോ? നീ അവളെ ഒന്ന് വിളിച്ച് സമാധാനിപ്പിക്ക്. ആ, ഇപ്പൊ വേണ്ട. ഞാൻ മാളുവിനെ പിന്നെ കണ്ടോളാം. ഹലോ ആന്റി. ഹലോ, ആരാ മനസ്സിലായില്ല? സോറി, ഞാൻ പരിചയപ്പെടുത്താൻ മറന്നു. ഐ എം പ്രതിഭ പ്രവീൺ, മലയാള ഭൂമിയുടെ സ്പെഷ്യൽ കറസ്പോണ്ടന്റ് ആണ്. ഓ, ഇത് ക്യാമറമാൻ ബാലു. ഹായ്. അപ്പുവിന്റെ അമ്മയാണല്ലേ? അതെ, അന്ന് അപ്പുവിന്റെ വാർത്ത പത്രത്തിൽ. അതെ, ആ സ്റ്റോറി ചെയ്തത് ഞാൻ തന്നെയാ. പ്രതിഭ എന്താ ഇപ്പൊ ഇവിടെ? ഞാൻ അപ്പു വിളിച്ചിട്ട് വന്നതാ. ആളില്ലേ ഇവിടെ? ഈ സമയത്ത് ഞാൻ എത്തുന്നു പറഞ്ഞതാണല്ലോ. ഉണ്ട്, ഞാൻ വിളിക്കാം. ദേ അവരെത്തി. വരൂ. വാ. എന്താ ലേറ്റായേ? ഞാൻ വിളിച്ചിട്ട് എടുത്തൂല്ല. ഞാൻ കരുതി ഇന്നിനി വരില്ലാന്ന്. മിനിസ്റ്ററുടെ പ്രസ് മീറ്റ് വിചാരിച്ചതിലും വൈകിയാ തുടങ്ങിയത്. പിന്നെ അത് കഴിയാതെ ഇറങ്ങാൻ പറ്റില്ലല്ലോ. ഫോൺ സൈലന്റ് ആയതുകൊണ്ട് അപ്പു വിളിച്ചതും അറിഞ്ഞില്ല. വീട് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ലല്ലോ? ഏയ്, അപ്പു ഇപ്പൊ സ്റ്റാർ അല്ലേ? സെലിബ്രിറ്റിയുടെ വീട് കണ്ടുപിടിക്കാനാണോ പ്രയാസം? ഇതാണ് എന്റെ അമ്മ ഗീതാലക്ഷ്മി. അമ്മേ,
ഇതാ അന്ന് എന്റെ ന്യൂസ് ചെയ്ത ആള് പ്രതിഭ. ഞങ്ങളിപ്പോ പരിചയപ്പെട്ടതേ ഉള്ളൂ. അന്നത്തെ ആ ന്യൂസ് ചില്ലറ പുകലൊന്നും അല്ല ഉണ്ടാക്കിയത്, ഞാൻ പറഞ്ഞില്ലേ. അതിന്റെ ബാക്കി പുകലുണ്ടാക്കാനാണോ ഇപ്പൊ എന്നെ ഇയാൾ വിളിച്ചു വരുത്തിയത്? അങ്ങനൊരു ദുരുദ്ദേശം ഇല്ലാതില്ല. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഇത് സ്ട്രിക്ട്ലി പേഴ്സണലാ. ആവശ്യമുണ്ടെങ്കിൽ ഞാൻ പറയാം, അപ്പൊ മാത്രം ഇത് റിലീസ് ചെയ്താൽ മതി. ഓക്കെ, എനിക്കറിയാം. എനിക്ക് നല്ലൊരു സ്റ്റോറി തന്ന ആളല്ലേ. അപ്പോനൊരു ആവശ്യം വരുമ്പോ ഞാൻ സഹായിക്കണമല്ലോ. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? ആ ബാലു, നമുക്കിവിടെ സെറ്റ് ചെയ്യാം. ആ അപ്പോ വാ, ഒരു മിനിറ്റ്. നിങ്ങൾ റെഡി ആയിക്കോ, ഞാനിപ്പോ വരാം. എന്താ നിന്റെ ഉദ്ദേശം? എന്തിനാ ഇപ്പൊ ഇവരെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്? കാര്യമുണ്ട്. എന്ത് കാര്യത്തിന്? പറയപ്പോ. അമ്മയെ മനോരോഗിയായി ചിത്രീകരിക്കാൻ വക്കീലിനെ ഏർപ്പാടാക്കിയ ആളല്ലേ. ശരിക്കും ഈ ഇന്റർവ്യൂ പുള്ളിക്കാരനാണ് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ നീ എന്ത് ഭാവിച്ചാ? ആവശ്യമില്ലാതെ എന്തിനാ അച്ഛനെ എങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യുന്നത്? ആവശ്യമില്ലാതെയോ? ഇന്നലെ ഇത് അറിഞ്ഞപ്പോ മുതല് മനസ്സിൽ തയ്യാറെടുത്ത് തുടങ്ങിയതാ. ഇങ്ങനൊരു പണി തിരിച്ചു കൊടുത്തില്ലെങ്കിൽ ഞാനും അമ്മയൊക്കെ പിന്നെ ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം? ബിപിക്ക് മാത്രമല്ല ബുദ്ധിയുള്ളതെന്ന് ഞാൻ ശരിക്കും ബോധ്യപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അമ്മ ഇനി ഒന്നും പറയണ്ട. എന്ത് വേണമെന്ന് എനിക്കറിയാം. മാളത്തിൽ ഒളിച്ചിരിക്കുന്നവരെയൊക്കെ പുകച്ച് ഞാൻ പുറത്ത് ചാടിക്കും, കണ്ടോ? മകൾ ട്രാൻസ്ജെൻഡർ ആയതുകൊണ്ട് ഭാര്യയിൽ നിന്ന് വിവാഹമോചനം നേടാൻ ഒരുങ്ങുന്ന ഭർത്താവ്. കേരളം ഇതിനു മുമ്പ് കേട്ട് പരിചയിച്ചിട്ടില്ലാത്ത കാര്യമാണിത്. ഉയർന്ന വിദ്യാഭ്യാസവും ജീവിത നിലവാരവുമുള്ള കുടുംബങ്ങളിൽ പോലും ഇത്തരം ദുഷ്പ്രവണതകൾ സംഭവിക്കുന്നത് പൊതുസമൂഹം ഞെട്ടലോടെയാണ് കാണുന്നത്. താനൊരു ട്രാൻസ് പേഴ്സൺ ആയതുകൊണ്ട് തന്റെ അച്ഛൻ അമ്മയെ വിവാഹമോചനം ചെയ്യാൻ തയ്യാറെടുക്കുകയാണെന്ന് തുറന്നു പറയുകയാണ് മുൻപ് മാല മോഷ്ടാക്കളെ സാഹസികമായി കീഴ്പ്പെടുത്തി മലയാളികളുടെ ശ്രദ്ധ നേടി സമൂഹ മാധ്യമങ്ങളിലൂടെ താരമായി മാറിയ അപ്പു. അത്യധികം വേദനയുണ്ടാക്കുന്നൊരു അനുഭവമാണിതെന്ന് ഞങ്ങൾക്കറിയാം. എങ്കിലും ഇങ്ങനൊരു തീരുമാനത്തിന് അച്ഛൻ തയ്യാറെടുത്തു എന്നറിഞ്ഞപ്പോ എന്തായിരുന്നു അപ്പുവിന് ആദ്യം മനസ്സിൽ തോന്നിയത്? വളരെയധികം വിഷമം തോന്നിയൊരു നിമിഷമായിരുന്നു. ഒരു പുരുഷനായി ജീവിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ച നിമിഷം മുതൽ എൻ്റെ അച്ഛനിൽ നിന്ന് കടുത്ത മാനസിക പീഡനങ്ങളാണ് എനിക്ക് നേരിടേണ്ടി വന്നത്. ആ സമയത്ത് അച്ഛനിൽ നിന്ന് നേരിടേണ്ടി വന്ന ദുരനുഭവങ്ങൾ പ്രേക്ഷകർക്ക് മുന്നിൽ മലയാള ഭൂമിയോടൊന്ന് പങ്കുവയ്ക്കാമോ? ഓഫ് കോഴ്സ്, തുറന്നു പറയുന്നുണ്ട്, എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. ഇതറിഞ്ഞ ആദ്യ നാളുകളിൽ ഉപദേശിച്ചും നിർബന്ധിച്ചുമൊക്കെ അച്ഛനും അമ്മയും എന്നെ എൻ്റെ തീരുമാനത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ നോക്കിയിരുന്നു. പിന്നെ ഞാൻ പിന്മാറില്ല എന്ന് മനസ്സിലായപ്പോൾ എൻ്റെ മനസ്സെന്താണെന്ന് മനസ്സിലാക്കി എൻ്റെ അമ്മ ഒപ്പം നിൽക്കാൻ തയ്യാറായി. പക്ഷേ എന്നെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ചതും മാനസികവും ശാരീരികവുമായി തകർത്തതും എൻ്റെ അച്ഛനായിരുന്നു. അപ്പുവിന്റെ അച്ഛൻ ഒരു മോട്ടിവേറ്ററും സ്ട്രെസ് മാനേജ്മെന്റ് കുട്ടികളെ പരിശീലിപ്പിക്കുകയും ചെയ്യുന്ന അധ്യാപകനാണെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരാൾ കുറച്ചുകൂടി വിശാലമായൊരു കാഴ്ചപ്പാടോട് കൂടിയല്ലേ മകളുടെ ഈ തീരുമാനത്തെ സമീപിക്കേണ്ടിയിരുന്നത്. അച്ഛന്റെ ഈ തീരുമാനം അറിഞ്ഞ് അപ്പുവിന്റെ അമ്മയുടെ പ്രതികരണം എന്തായിരുന്നു? അത് എന്താ സർ, എന്തു പറ്റി? ആരാ നിങ്ങള്? ആര് പറഞ്ഞിട്ടാ നിങ്ങൾ ഇവിടെ വന്നത്? ടെൽ മീ, ആരോട് ചോദിച്ചിട്ടാ നിങ്ങൾ ഈ തോന്നിയാസം ഇവിടെ കാണിക്കുന്നത്? സാർ, ഇതൊരു തോന്നിവാസമല്ല. ഞാനൊരു ന്യൂസ് റിപ്പോർട്ടറാ. ഞങ്ങളുടെ പത്രത്തിന്റെ ഓൺലൈൻ ന്യൂസിന് വേണ്ടിയിട്ട് അപ്പുവിനെ ഇന്റർവ്യൂ ചെയ്യാണ്. നോ, ഇതൊന്നും ഇവിടെ പറ്റില്ല. ആര് പറഞ്ഞു പറ്റില്ലാന്ന്? ഞാൻ വിളിച്ചിട്ടേ ഇവര് വന്നത്.